രാജ്യത്തെ നടുക്കി ഡൽഹിയിൽ വൻ സ്ഫോടനം. ചെങ്കോട്ടയ്ക്ക് സമീപം വൈകിട്ട് 6:55 കാർ പൊട്ടിത്തെറിച്ചത്. സാവധാനം നീങ്ങിയ വാഹനം ട്രാഫിക് സിഗ്നലിന് സമീപം നിർത്തിയപ്പോൾ വൻ സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളും അഗ്നിക്കിരയായി. 8 പേർ മരിച്ചു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. ചിന്നിച്ചിതറി തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലായിരുന്നു മൃതദേഹം. 24 പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റു എന്ന പ്രാഥമിക വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. പലരുടെയും നില ഗുരുതരമാണ്. 1 കിലോമീറ്റർ ദൂരത്തേക്ക് സ്ഫോടന ശബ്ദം കേട്ടു. സ്ഫോടന കാരണം അന്വേഷിക്കുകയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. രാഷ്ട്രത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സ്ഥിതിഗതികൾ വിലയിരുത്തി. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ആദ്യം അച്യുതനിലേക്ക്. അച്യുതൻ, ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നു ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരത്തെ അറിയിച്ചത് 8 പേർ ഈ സ്ഫോടനത്തിൽ മരിച്ചു എന്നാണ്. പക്ഷേ അനൌദ്യോഗികമായി നമുക്ക് അതിൽ കൂടുതൽ മരണസംഖ്യ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായേക്കുമെന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ചിലരെ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം കൂടി പുറത്തു വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കാറിന്റെ മുൻ ഉടമ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അച്യുതൻ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലവിലുണ്ടായിരിക്കുന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒടുവിൽ ലഭിച്ച വിവരം എന്നുള്ളത് ആ കാർ ഉടമയെ കസ്റ്റഡിയിലെടുത്തു. സൽമാൻ എന്ന് പറയുന്ന ആ കാർ ഉടമയെ കസ്റ്റഡിയിലെടുത്തു. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരികയാണ് എന്ന വിവരങ്ങളാണ് ഈ അവസാന ഘട്ടത്തിൽ ലഭിക്കുന്നത്. മാത്രമല്ല, അന്വേഷണം അതിവേഗത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ഏജൻസികളാണ് ഇപ്പോൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിരിക്കുന്നത്. എൻഐയുടെ വിദഗ്ധ സംഘം, അതുപോലെ NSG കമാൻഡോസ്, ജമ്മു കാശ്മീരിന്റെ പോലീസ് കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും എന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും സുരക്ഷാ സേനകൾ ഉൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എത്രയും വേഗം എന്താണ് ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം എന്ത് എന്നതിൽ അവ്യക്തത തുടരുന്ന മണിക്കൂറുകളാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു ക്ലാരിറ്റി, വ്യക്തത വരേണ്ടിയിരിക്കുന്നു, അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലുള്ള ആദ്യ വെല്ലുവിളി എന്നുള്ളത്. അത് കണ്ടെത്താനായിട്ടുള്ള എല്ലാ പരിശ്രമവുമാണ് ഏജൻസികളുടെ ഭാഗത്തുനിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാസപരിശോധനകളടക്കം ഇപ്പോൾ ഈ സംഭവം നടന്ന ഇടത്ത് നടത്തുകയാണ്. അവിടെ അല്പം മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തിയത്. അതിനു മുൻപ് അദ്ദേഹം ഞാൻ നിൽക്കുന്ന LNJP ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇവിടെ എത്തി ഈ പരിക്കേറ്റവരെ കാണുകയും ഡോക്ടർമാരുമായി സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം തന്നെ വിശകലനം ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ അമിത്ഷാ മടങ്ങിയതിനു ശേഷം CRPFന്റെ DG ഇവിടെ എത്തുകയുണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇപ്പോൾ LNJP ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാ പിന്തുണയും ഒപ്പം തന്നെ സുരക്ഷാ ഏജൻസികളും കൈകോർത്തുകൊണ്ട് തന്നെയാണ് ഈ സ്ഫോടനത്തിന്റെ ചുരുളഴിയിക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമായി തന്നെ തുടരുന്നത്. ഇതിന്റെ ഭാഗമായി പലരെയും നിലവിൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന പലരെയും അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഈ I-20 വാഹനത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത് എന്ന് ഡൽഹി പോലീസ് വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളെ അറിയിക്കുന്നുണ്ട്. ഈ കാറിന്റെ പുറകുവശത്ത് നിന്നാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നു. CCTV ദൃശ്യങ്ങളാണ് ഈ അന്വേഷണത്തിന്റെ പ്രാഥമികമായി ശേഖരിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ്. എല്ലാ CCTV ദൃശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഏതു തരം സ്ഫോടനമാണ് നടന്നത് അതിന്റെ സ്വഭാവം കണ്ടെത്തേണ്ടതുണ്ട്. അത് സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുള്ള സാമ്പിളുകളെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും അത് ഏത് സ്വഭാവമുള്ളതാണ് എന്ന് കണ്ടെത്തുക. അതിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഇതിലൊരു വ്യക്തത, ഈ സ്ഫോടനത്തിന്റെ സ്വഭാവം സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകും. ഒപ്പം തന്നെ മരണം സംബന്ധിച്ച നിലവിൽ 8 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ അനൌദ്യോഗികമായി പല വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ലഭിക്കുന്നുണ്ട്. എന്തായാലും 8 മരണങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ നിരവധി പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവർക്ക് എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കാൻ ഇതിനോടകം സർക്കാരുകൾ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു നിഗമനങ്ങളിലേക്കും എത്താൻ കഴിയില്ല. ഇതിന്റെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം, ഇതിന്റെ സ്ഥിരീകരണം നൽകേണ്ടത് അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. അവരത് കൃത്യമായി ആ ഒരു അന്വേഷണം നടത്തി ആ കൃത്യമായ വിവരം മണിക്കൂറുകൾക്കകം തന്നെ പങ്കുവയ്ക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ നിർദ്ദേശമാണ് NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത്. എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി
ഇതിന്റെ വിവരം കൃത്യമായി പുറത്തു കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കൈകോർത്തുകൊണ്ട് ഈ മണിക്കൂറിൽ ഈ രാത്രിയിൽ ഈ സ്ഫോടനത്തിന്റെ ചുരുളഴിയിക്കുവാനുള്ള അല്ലെങ്കിൽ ഇതിന്റെ സ്വഭാവം കണ്ടെത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു. ഒപ്പം തന്നെ കാർ ഉടമയെ കസ്റ്റഡിയിലെടുത്തത് ഇതിലൊരു നിർണായക വഴിത്തിരിവ് കൂടിയാണ്. ആ സൽമാനെ ചോദ്യം ചെയ്തു വരികയാണ്. അതായത് ഈ കാറ് എങ്ങനെ ഈ മൂവർ സംഘത്തിലെത്തി, ഈ മൂവർ സംഘം ഉണ്ടായിരുന്നു എന്നാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ആ മൂവർ സംഘത്തിന്റെ കയ്യിൽ ഈ i20 കാർ എങ്ങനെ എത്തി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ വ്യക്തത ഈ മണിക്കൂറിൽ ലഭിക്കും എന്നതാണ് ഈ സൽമാന്റെ കസ്റ്റഡിയിലോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഇതിനു മുൻപ് പല സംഭവങ്ങളിൽ, അതായത് ഈ ചില സ്ഫോടക വസ്തുക്കളുമായി പലരെയും കസ്റ്റഡിയിലെടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഡൽഹി ക്രൈംബ്രാഞ്ച്. അവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ, ഒരു ലിങ്ക് ഈ സ്ഫോടനവുമായി ഉണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഈ മണിക്കൂറിൽ. ആ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യക്തമായ എന്താണ് ഈ സ്ഫോടനത്തിന്റെ ഒരു സ്വഭാവം, അത് എന്തുദ്ദേശിച്ചായിരുന്നു എന്ന എല്ലാം സംബന്ധിച്ചുള്ള കൃത്യമായ ഉത്തരം അല്പസമയത്തിനകം അല്ലെങ്കിൽ വരുന്ന മണിക്കൂറിൽ തന്നെ ലഭിക്കും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. പ്രജിൻ. യെസ്, ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. LNGP ആശുപത്രിയുടെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ ആർ അച്യുതൻ ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.